കേരളം 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ എന്ന SCERTയിലെ ഹിസ്റ്ററിയുടെ ഭാഗത്തുള്ള ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എന്താണ് കച്ചവട ബന്ധങ്ങളാണ്, മധ്യകാല കേരളത്തിലെ കച്ചവട ബന്ധങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. പ്രാചീന കാലത്തെ പോലെ മധ്യകാലത്തും കരമാർഗവും കടൽ മാർഗവുമുള്ള കച്ചവടം തുടർന്നു പോന്നു. നമ്മൾ പ്രാചീന കാലത്ത് എന്താണ് കരയിലൂടെയും അതുപോലെ കടൽ മാർഗവുമുള്ള കച്ചവടമൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ എന്താണ് മധ്യകാല കേരളത്തിലും കടൽ മാർഗവും കരമാർഗവുമുള്ള എന്താണ് കച്ചവട ബന്ധം തുടർന്നു പോന്നിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. കൊല്ലം, കൊടുങ്ങല്ലൂർ, കോഴിക്കോട്, പന്തലായനി, മാടായി, വളപട്ടണം തുടങ്ങിയവ അക്കാലത്തെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളായിരുന്നു. മധ്യകാല കേരളത്തിലെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കൊല്ലം, കൊടുങ്ങല്ലൂർ, കോഴിക്കോട്, പന്തലായനി, മാടായി, വളപട്ടണം. എന്താണ് മധ്യകാല കേരളത്തിൽ കടൽ മാർഗവും കരമാർഗവും കച്ചവടം നടത്തിപ്പോന്നു. മധ്യകാല കേരളത്തിലെ എന്താണ് പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങളാണ് കൊല്ലം, കൊടുങ്ങല്ലൂർ, കോഴിക്കോട്, പന്തലായനി, മാടായി, വളപട്ടണം. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. പ്രാചീന കേരളത്തിലെ പോലെ തന്നെ മധ്യകാല കേരളത്തിലും കടൽ മാർഗവും കരമാർഗവും കച്ചവടം നടത്തിപ്പോന്നു. പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങളാണ് ഏതൊക്കെ? കൊല്ലം, കൊടുങ്ങല്ലൂർ, കോഴിക്കോട്, പന്തലായനി, മാടായി, വളപട്ടണം തുടങ്ങിയവ എന്താണ് അക്കാലത്തെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങളായിരുന്നു. വിവിധ തരത്തിലുള്ള കച്ചവടങ്ങൾ എന്താണ് മധ്യകാലത്ത് ഉണ്ടായിരുന്നു. വിവിധ തരം കച്ചവടങ്ങൾ മധ്യകാല കേരളത്തിലുണ്ടായിരുന്നു. നമുക്ക് പ്രാദേശിക കച്ചവടം, ദൂരദേശ കച്ചവടം, വിദേശ കച്ചവടം, ഇത്തരത്തിലുള്ള 3 കച്ചവടങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ആദ്യം പ്രാദേശിക കച്ചവടം. എന്താണ്? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചന്തകളും അങ്ങാടികളുമായിരുന്നു പ്രധാന പ്രാദേശിക കച്ചവട കേന്ദ്രങ്ങൾ. എന്താണ്? ചന്തകളും അങ്ങാടികളുമായിരുന്നു പ്രധാനപ്പെട്ട പ്രാദേശിക കച്ചവട കേന്ദ്രങ്ങൾ. നെല്ല്, അരി, പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, വെറ്റില, ഉപ്പ്, മീൻ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളായിരുന്നു കൈമാറ്റം ചെയ്തിരുന്നത്. പ്രാദേശിക കച്ചവടം പേരുപോലെ തന്നെ നമുക്ക് എന്താണെന്ന് ഊഹിക്കാൻ കഴിയുന്നതാണ്. പ്രാദേശികമായിട്ടുള്ള കച്ചവടമാണ്. ചന്തകളും അങ്ങാടികളുമായിരുന്നു പ്രധാനപ്പെട്ട എന്താണ് പ്രാദേശിക കച്ചവട കേന്ദ്രങ്ങളെന്ന് പറയുന്നത്. ചന്തകളും അങ്ങാടികളുമായിരുന്നു. ആ കാര്യം ക്ലിയർ ആയല്ലോ. പ്രധാനപ്പെട്ട എന്താ നിത്യജീവിതത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പ്രധാന വസ്തുക്കളാണ്, നിത്യോപയോഗ സാധനങ്ങളാണ് എന്ത് പ്രധാനമായിട്ടും പ്രാദേശിക കച്ചവടത്തിൽ എന്താണ് കൈമാറ്റം ചെയ്തിരുന്നത്. നെല്ല്, അരി, പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, വെറ്റില, ഉപ്പ്, മീൻ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളായിരുന്നു കൈമാറ്റം ചെയ്തിരുന്നത്. അപ്പോൾ എന്താണ് പ്രാദേശിക കച്ചവടം എന്നുള്ള കാര്യം ക്ലിയറായി. ഇനി നമുക്ക് ദൂരദേശ കച്ചവടം എന്താണെന്ന് നോക്കാം. തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, കലിംഗ, ഒറീസ തുടങ്ങിയ പ്രദേശങ്ങളുമായിട്ടായിരുന്നു ദൂരദേശ കച്ചവടം. തമിഴ് ബ്രാഹ്മണരും ചെട്ടിമാരുമായിരുന്നു പ്രധാനപ്പെട്ട കച്ചവടക്കാർ. അരി, മുളക്, പരുത്തി, പട്ട്, മറ്റു തുണിത്തരങ്ങൾ, കുതിരകൾ എന്നിവ ഇവിടേക്ക് കൊണ്ടുവന്നു. കുരുമുളകും മറ്റു സുഗന്ധദ്രവ്യങ്ങളും ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. പ്രാദേശിക കച്ചവടം എന്താണെന്ന് പേരിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഊഹിക്കാം. ദൂരദേശ കച്ചവടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മധ്യകാല കേരളത്തിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളുമൊക്കെ ആയിട്ടെന്ന് നമുക്കിപ്പോൾ പറയാം. മധ്യകാല കേരളത്തിൽ എന്താണ് തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, കലിംഗ, ഒറീസ തുടങ്ങിയ പ്രദേശങ്ങളുമായിട്ടായിരുന്നു ദൂരദേശ കച്ചവടം ഉണ്ടായിരുന്നത്. എന്താണ്? തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, കലിംഗ, ഒറീസ തുടങ്ങിയ പ്രദേശങ്ങളുമായിട്ടായിരുന്നു ദൂരദേശ കച്ചവടമുള്ളത്. നോക്കുകയാണെങ്കിൽ എന്താണ് കേരളം അല്ലാണ്ടുള്ള മറ്റ് ചില സംസ്ഥാനങ്ങളുമായിട്ടൊക്കെയുള്ള കച്ചവടമാണ് ദൂരദേശ കച്ചവടം എന്ന് നമ്മളൊന്ന് വെറുതെ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഓർക്കുക. തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, കലിംഗ, ഒറീസ തുടങ്ങിയ പ്രദേശങ്ങളുമായിട്ടായിരുന്നു ദൂരദേശ കച്ചവടം. തമിഴ് ബ്രാഹ്മണരും ചെട്ടിമാരുമായിരുന്നു പ്രധാനപ്പെട്ട കച്ചവടക്കാർ. ആരൊക്കെയാണ്? തമിഴ് ബ്രാഹ്മണരും ചെട്ടിമാരുമായിരുന്നു പ്രധാനപ്പെട്ട കച്ചവടക്കാർ.
അരി, മുളക്, പരുത്തി, പട്ട്, മറ്റ് തുണിത്തരങ്ങൾ, കുതിരകൾ എന്നിവ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തൊക്കെയാ? അരിയും മുളകും പരുത്തിയും പട്ടും മറ്റ് തുണിത്തരങ്ങളും കുതിരകളും ഒക്കെ എന്താണ് ഇവിടേക്ക് കൊണ്ടുവന്നു. കുരുമുളകും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും എന്താണ് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. എന്തൊക്കെയാ? കുരുമുളകും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ദൂരദേശ കച്ചവടം എന്താണെന്നും ഏകദേശം മനസ്സിലായി. ഇനി നമുക്ക് വിദേശ കച്ചവടം എന്താണെന്നൊന്ന് നോക്കാം. അറബികൾ, ചൈനക്കാർ, യൂറോപ്യൻ തുടങ്ങിയവരായിരുന്നു പ്രധാന വിദേശ കച്ചവടക്കാർ. ആരൊക്കെയാണ്? അറബികളും ചൈനക്കാരും യൂറോപ്യന്മാരും തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട വിദേശ കച്ചവടക്കാർ. കുരുമുളക്, ഇഞ്ചി, കറുവപ്പട്ട, ഏലം, മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ, തേങ്ങ എന്നിവ ഇവിടെ നിന്നും കൊണ്ടുപോയിരുന്നു. സ്വർണം, ചെമ്പ്, ഈയം, ചീനക്കളിമൺ പാത്രങ്ങൾ, ചീനപ്പട്ട് തുടങ്ങിയവ അക്കാലത്ത് കേരളത്തിൽ എത്തിയിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് വിദേശ കച്ചവടം എന്ന് പറയുമ്പോൾ? അറബികളും ചൈനക്കാരും യൂറോപ്യന്മാരുമായിട്ടൊക്കെയുള്ള നമ്മുടെ കേരളത്തിൻ്റെ കച്ചവടമാണ് വിദേശ കച്ചവടമായിട്ട് ഇവിടെ പറയുന്നത്. കുരുമുളക്, ഇഞ്ചി, കറുവപ്പട്ട, ഏലം അതുപോലെയുള്ള മറ്റ് സുഗന്ധദ്രവ്യങ്ങളും തേങ്ങയൊക്കെ എന്താണ് ഇവിടെ നിന്ന് അറബികളും ചൈനക്കാരും യൂറോപ്യന്മാരും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താണ് കൊണ്ടുവന്നത്? സ്വർണവും ചെമ്പും ഈയവും ചീനക്കളിമൺ പാത്രങ്ങളും ചീനപ്പട്ടും ഒക്കെ എന്താണ് അക്കാലത്ത് കേരളത്തിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ നമുക്ക് വിദേശ കച്ചവടം എന്താണെന്നും അത്യാവശ്യം നന്നായിട്ട് മനസ്സിലായി. നമ്മൾ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. മധ്യകാല കേരളത്തിലെ കച്ചവട ബന്ധങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മധ്യകാല കേരളത്തിലെ കച്ചവട ബന്ധങ്ങൾ. പ്രാചീന കേരളത്തിലെ പോലെ തന്നെ മധ്യകാല കേരളത്തിലും എന്താണ് കരമാർഗവും കടൽ മാർഗവും കച്ചവടം നടത്തുന്നുണ്ടായിരുന്നു. കൊല്ലം, കൊടുങ്ങല്ലൂർ, കോഴിക്കോട്, പന്തലായനി, മാടായി, വളപട്ടണം തുടങ്ങിയവയായിരുന്നു അക്കാലത്തെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങൾ. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള കച്ചവടമാണ് നടന്നത്. പ്രാദേശിക കച്ചവടം, ദൂരദേശ കച്ചവടം, വിദേശ കച്ചവടം. ഓരോന്നും എന്താണെന്ന് അതിൻ്റെ പേരുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ നമുക്ക് പഠിക്കാം. പ്രാദേശിക കച്ചവടം എന്താണ്? ചന്തകളും അങ്ങാടികളുമായിരുന്നു പ്രധാനപ്പെട്ട പ്രാദേശിക കച്ചവട കേന്ദ്രങ്ങൾ. നെല്ല്, അരി, പയർ, പച്ചക്കറികൾ, വെറ്റില, ഉപ്പ്, മീൻ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളുടെ കൈമാറ്റമായിരുന്നു പ്രാദേശിക കച്ചവടത്തിൽ പ്രധാനമായിട്ടും നടന്നു പോകുന്നത്. ദൂരദേശ കച്ചവടത്തിലേക്ക് എത്തുമ്പോൾ എന്താ? തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, കലിംഗ, ഒറീസ തുടങ്ങിയ പ്രദേശങ്ങളുമായിട്ടായിരുന്നു ദൂരദേശ കച്ചവടം. തമിഴ് ബ്രാഹ്മണരും ചെട്ടിമാരുമായിരുന്നു പ്രധാനപ്പെട്ട കച്ചവടക്കാർ. അരി, മുളക്, പരുത്തി, പട്ട്, മറ്റു തുണിത്തരങ്ങൾ, കുതിരകൾ എന്നിവ എന്താണ് ഇവിടേക്ക് കൊണ്ടുവരികയും കുരുമുളകും മറ്റു സുഗന്ധദ്രവ്യങ്ങളും ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ഇനി വിദേശ കച്ചവടം എന്താണെന്ന് നോക്കിയാൽ അറബികൾ, ചൈനക്കാർ, യൂറോപ്യന്മാർ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട വിദേശ കച്ചവടക്കാർ. കുരുമുളക്, ഇഞ്ചി, കറുവപ്പട്ട, ഏലം അങ്ങനെ മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ, തേങ്ങ എന്നിവയൊക്കെ ഇവിടെ നിന്നും അങ്ങോട്ട് കൊണ്ടുപോയി. സ്വർണം, ചെമ്പ്, ഈയം, ചീനക്കളിമൺ പാത്രങ്ങൾ, ചീനപ്പട്ട് തുടങ്ങിയവയൊക്കെ അക്കാലത്ത് കേരളത്തിലേക്ക് എത്തിയിരുന്നു. ഇത്ര മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. മധ്യകാല കേരളത്തിൽ 14-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങളാണ് അഞ്ചുവണ്ണവും മണിഗ്രാമവും. മധ്യകാല കേരളത്തിൽ 14-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങളാണ് അഞ്ചുവണ്ണവും മണിഗ്രാമവും. ഏതൊക്കെയാണ് അഞ്ചുവണ്ണവും മണിഗ്രാമവും? കരമാർഗവും കടൽ മാർഗവുമുള്ള കച്ചവടങ്ങളിൽ ഈ സംഘങ്ങൾ സജീവമായിരുന്നു. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ പോർച്ചുഗീസുകാർ മലബാർ തീരത്തെത്തുന്നതുവരെ അറബികളും ചൈനക്കാരുമായിരുന്നു പ്രധാനപ്പെട്ട കച്ചവടക്കാർ. അപ്പം നമ്മൾ പറഞ്ഞത് 14-ാം നൂറ്റാണ്ടിൽ നൂറ്റാണ്ട് വരെ 14-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങളാണ് അഞ്ചുവണ്ണവും മണിഗ്രാമവും. 14-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നത്.
അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ അഞ്ചുവണ്ണവും മണിഗ്രാമവും കരമാർഗവും കടൽമാർഗവുമുള്ള കച്ചവടങ്ങളിൽ സജീവമായിരുന്നു. അത് കഴിഞ്ഞ് 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ എന്താണ് പോർച്ചുഗീസുകാർ മലബാർ തീരത്തെത്തുകയും എത്തുന്നത് വരെ അറബികളും ചൈനക്കാരുമായിരുന്നു പ്രധാനപ്പെട്ട കച്ചവടക്കാർ. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ പോർച്ചുഗീസുകാർ മലബാർ തീരത്തെത്തുന്നത് വരെ അറബികളും ചൈനക്കാരുമായിരുന്നു പ്രധാനപ്പെട്ട കച്ചവടക്കാർ. യൂറോപ്യന്മാരുടെ വരവോടെ എന്താണ് ഈ അറബ് ചൈനീസ് കച്ചവടങ്ങൾക്ക് കോട്ടം തട്ടുകയും കടൽ മാർഗമുള്ള കച്ചവടത്തിൻ്റെ കുത്തക യൂറോപ്യന്മാർ നേടുകയും ചെയ്തു. അങ്ങനെ കേരളത്തിലെ വിഭവ സമ്പത്തിനുമേൽ യൂറോപ്യൻ രാജ്യങ്ങൾ ആധിപത്യം സ്ഥാപിച്ചു. നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി സോർട്ട് ചെയ്ത് പറയുകയാണ്. മധ്യകാല കേരളത്തിൽ 14-ാം നൂറ്റാണ്ടു വരെ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങളാണ് അഞ്ചുവണ്ണവും മണിഗ്രാമവും. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ പോർച്ചുഗീസുകാർ മലബാർ തീരത്തെത്തുന്നത് വരെ ആരാണ് അറബികളും ചൈനക്കാരുമായിരുന്നു പ്രധാന കച്ചവടക്കാർ. യൂറോപ്യന്മാരുടെ വരവോടുകൂടി എന്താണ് അറബ് ചൈനീസ് കച്ചവട കുത്തകകളൊക്കെ യൂറോപ്യന്മാർ നേടി. അങ്ങനെ കേരളത്തിലെ വിഭവ സമ്പത്തിനുമേൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എന്താണ് ആധിപത്യം ഉണ്ടാവുകയും ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഈ മധ്യകാല കേരളത്തിൽ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്ത മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ എന്താണ് മധ്യകാല കേരളത്തിൽ ഐക്യത്തോടെ താമസിച്ചിരുന്നു എന്നാണ് മൂഷകവംശകാവ്യത്തിൽ പറയുന്നത്. മൂഷകവംശകാവ്യം നോക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വ്യത്യസ്തങ്ങളായ ദേവതകളെ ആരാധിച്ചിരുന്നവരെന്താണ് മധ്യകാല കേരളത്തിൽ ഐക്യത്തോടെയാണ് താമസിച്ചിരുന്നതെന്നാണ്. ഈ കച്ചവടത്തിലൂടെയും സാധനങ്ങളുടെയൊക്കെ കൈമാറ്റത്തോടെയും വിവിധ സംസ്കാരങ്ങളുടെ കൈമാറ്റവും നടന്നിരുന്നു. ഒപ്പം എന്താണ് കേരളത്തിൻ്റെ സാംസ്കാരിക സമന്വയത്തിൽ ഈ കച്ചവട ബന്ധങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വിവിധ മതവിഭാഗങ്ങൾ പരസ്പര സൗഹാർദ്ദത്തോടെ ഒത്തൊരുമിച്ച് താമസിച്ചിരുന്നൊരു പ്രദേശമായിട്ട് കേരളം മാറിയത് മധ്യകാല കേരളത്തിലാണെന്നാണ് പറയുന്നത്. ബ്രാഹ്മണരും ജൈന ബുദ്ധ മതവിഭാഗക്കാരും ജൂത ക്രൈസ്തവ ഇസ്ലാം മതങ്ങളും കേരളത്തിൽ വ്യാപിച്ചത് എപ്പോഴാണ് മധ്യകാലത്താണെന്നാണ് പറയുന്നത്. കേരളത്തിലെ ഭരണാധികാരികളെല്ലാം എന്താണ് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരെയും ഒരുപോലെ കണ്ടിരുന്നുവെന്നും നാടുവാഴികൾ ബ്രാഹ്മണർക്കും ക്ഷേത്രങ്ങൾക്കും ഭൂമിയും മറ്റും ദാനമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ ബുദ്ധ ജൂത ക്രൈസ്തവ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ടവർക്കും നാടുവാഴികൾ പലതരത്തിലുള്ള അവകാശങ്ങളൊക്കെ നൽകിയിരുന്നു എന്നുമാണ് പറയുന്നത്. അപ്പോൾ മധ്യകാല കേരളത്തിലാണ് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും എന്താണ് കേരളത്തിൽ വ്യാപിച്ചതും അവർ വളരെ സൗഹാർദ്ദത്തോടെ കഴിഞ്ഞിരുന്നൊരു സമയമാണ് മധ്യകാല കേരളമെന്നുമാണ് പറയുന്നത്. അതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് കിട്ടുന്നത് മൂഷകവംശകാവ്യത്തിൽ പറയുന്ന വരികളുണ്ട്. അതാണ് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ പറയുന്നതനുസരിച്ച് എന്താണ് കേരളത്തിൽ മധ്യകാല കേരളത്തിൽ വ്യത്യസ്ത ദൈവങ്ങളെ ആരാധിച്ചിരുന്നവർ വളരെ എന്താണ് സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ഒക്കെയാണ് കഴിഞ്ഞിരുന്നതെന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ എവിടെ നിന്ന് കാണാൻ കഴിയുന്നത് മധ്യകാല കേരളത്തിലെ കച്ചവട ബന്ധങ്ങളും ആ കച്ചവട ബന്ധങ്ങളുടെ ഭാഗമായിട്ട് മധ്യകാല കേരളത്തിൽ എന്താണ് സാംസ്കാരികമായിട്ടുള്ള കൈമാറ്റങ്ങളും മതത്തിൻ്റെയൊക്കെ ഒരു സൗഹാർദ്ദമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുമാണ് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ചോദ്യമായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ളത് എന്താണ് പ്രാചീന കേരളത്തെ പോലെ മധ്യകാല കേരളത്തിലും കരമാർഗവും കടൽ മാർഗവുമുള്ള കച്ചവടം തുടർന്നു പോന്നു. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ അത് ശരിയാണോ തെറ്റാണോ? ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് തരികയാണെങ്കിൽ അതിൽ നിന്നൊന്ന് ചൂസ് ചെയ്യേണ്ടി വന്നാൽ ഇനി നമുക്ക് സംശയമൊന്നുമില്ല, പ്രാചീന കാലത്തെ പോലെ മധ്യകാലത്തും കരമാർഗവും കടൽ മാർഗവുമുള്ള കച്ചവടം എന്താണ് തുടർന്നു പോന്നു. അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഈ താഴെ പറയുന്നവയിൽ ഏതാണ് മധ്യകാല കേരളത്തിൽ കച്ചവട കേന്ദ്രമല്ലാതിരുന്നത് എന്ന് ചോദിച്ച് കൊല്ലം, കൊടുങ്ങല്ലൂർ, കോഴിക്കോട്, പന്തലായനി, മാടായി, വളപട്ടണം ഇതല്ലാണ്ട് എന്തെങ്കിലും ഒരു ഓപ്ഷനും കൂടി തന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താണ് അതിൽ നിന്നും കറക്റ്റ് ആൻസർ ചൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ പ്രാദേശിക കച്ചവട ബന്ധം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് വരികയാണെങ്കിൽ ദൂരദേശ കച്ചവട ബന്ധം, വിദേശ കച്ചവട ബന്ധം, ഇതൊക്കെ മനസ്സിലാക്കി വെക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്താണ് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും.